സംസ്ഥാന ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ കെ മുരളീധരൻ സമ്പൂർണ്ണമായി അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന സമയത്തും അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തും ശബരിമലയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ കൃത്യമായ അഭിപ്രായം പറയുന്നു. ഇത് എഴയുകയാണ്, ഇതിനേക്കാൾ വേഗതയുണ്ട്, ഒച്ചിനേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് ഇത് എഴയുന്നത്, ഇത് ശരിയല്ല, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്ന് ഇന്നും പരസ്യമായി കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. പ്രശാന്തിനെ ചോദ്യം ചെയ്തതിൽ ഞങ്ങൾക്കൊരു അത്ഭുതമല്ല. കാര്യം പ്രശാന്തിനെ ആദ്യമായിട്ടല്ലല്ലോ, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും പ്രശാന്തിനെ ചോദ്യം ചെയ്തല്ലോ. അതുകൊണ്ടാണ് ഇ.പി. ജയരാജൻ, ചിറ്റപ്പൻ ജയരാജൻ അടക്കമുള്ള ആളുകൾ വന്ന് പറഞ്ഞു, ഇത് രാഷ്ട്രീയ പ്രേരിതമൊന്നുമല്ല, ശബരിമലയിൽ അറസ്റ്റ് നടക്കട്ടെ, അത് അന്വേഷിച്ച് പുറത്തു വരട്ടെ എന്ന് സഖാവ് ചിറ്റപ്പനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിലുള്ള ആളുകൾ പോലും CPMൻ്റെ ആളുകൾ പോലും ആരും പ്രശാന്തിനെ കൈകൊണ്ട് തരുന്നില്ല. കാലത്തിനൊരു കാവ്യനീതി ഉണ്ട് പ്രശാന്തെ, അതുമുണ്ട്. നിങ്ങൾ കോൺഗ്രസ്സുകാരനായിരുന്നു, അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നെടുമങ്ങാട് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു GR അനിലിനെതിരെ. പക്ഷേ കോൺഗ്രസ് നിങ്ങളെ കാലുവാരി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ CPMൻ്റെ കൂടെ കൂടി. CPMൻ്റെ സംബന്ധിച്ചിടത്തോളം മറ്റ് പാർട്ടിയിൽ നിന്ന് വരുന്ന ഒരാളിനായിരിക്കുമല്ലോ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഉടൻ തന്നെ നിങ്ങളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താങ്കൾ ഈ വേലത്തരങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് കെ മുരളീധരൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും കെ മുരളീധരൻ പറയുന്നത് കൃത്യമായി ചാർജ് ഷീറ്റ് വന്നതിന് ശേഷം കോടതിയിൽ ചാർജ് ഷീറ്റ് വന്ന് SITയുടെ ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്ത് അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ റിപ്പോർട്ടിൽ അതൃപ്തി ഉണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് കേരള സർക്കാരിന് വേണ്ടി കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 1 മാസം കൂടെ നോക്കും, അടുത്ത മാസത്തിനകത്ത് ചാർജ് ഷീറ്റ് കോടതിയിൽ SIT കൊടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കും. ഇതിങ്ങനെ എഴഞ്ഞു പോകാൻ പറ്റില്ല. എത്ര മാസമായി ഇത് എഴയുന്നു? 2025 കണ്ടുപിടിച്ചതാണ്, 26 പകുതിയായി, 1.5 വർഷത്തിൽ കൂടുതലായി. ഇപ്പം കണ്ടുപിടിക്കും 90 ദിവസത്തിനകത്ത് കണ്ടുപിടിക്കും, 100 ദിവസത്തിനകത്ത് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ എഴഞ്ഞു പോകാൻ പറ്റില്ല. 1.5 വർഷത്തിൽ കൂടുതലാകുന്നു. ഇതിനെ സംബന്ധിച്ച് ജനുവരി, അതായത് 2025 ജനുവരിയിലാണ് ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്നതും ആദ്യ അന്വേഷണമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ 2026 ജൂലൈ ആകുമ്പോൾ 1.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഈ വിഷയത്തെ ഇഴച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് കോടതിയിൽ ശക്തമായി റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ റിപ്പോർട്ടിൽ അസംതൃപ്തി, കാരണം കോടതി റിപ്പോർട്ട് വരുമ്പോൾ അത് പുറത്തു വന്നാൽ അസംതൃപ്തി ഉണ്ടെങ്കിൽ വളരെ കൃത്യമായി പുതിയ അന്വേഷണം നടത്തുന്നതാണ്. ഇനി അഥവാ കോടതിയിൽ 1 മാസം കൂടെ താമസിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഇനിയും താമസിക്കുകയാണെങ്കിൽ കോടതിയിൽ ഞങ്ങളുടെ അതൃപ്തി അറിയിക്കും. സർക്കാർ നോക്കുകുത്തിയായി നിൽക്കാനല്ല, സർക്കാർ, ആ വാക്കാണ് മുരളീധരൻ ഉപയോഗിച്ചത്. സർക്കാർ കാഴ്ചക്കാരല്ല, നോക്കുകുത്തികളല്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ശബരിമല അയ്യപ്പൻ്റെ കേസ് അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആരായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ആദ്യം കോടതി പറയട്ടെ, കോടതി ഒരു തീരുമാനം അറിയിക്കട്ടെ. കോടതി തീരുമാനം അറിയിച്ചാൽ ആ തീരുമാനം ഞങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ നിർബന്ധമായും തീർച്ചയായും വളരെ ഗൗരവതരമായ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. അപ്പോൾ പണി പാലും വെള്ളത്തിൽ തീരത്തില്ല, കുറേ കൂടി കടുക്കുന്ന കട്ടൻ ചായയിലും തീരൂല. പണി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കെ മുരളീധരൻ വളരെ കൃത്യമായി ഇതിനെ സംബന്ധിച്ച് നിലപാടുള്ള ഒരു മന്ത്രിയാണ്. അദ്ദേഹം അയകൊയഞ്ഞതല്ല. ചില മന്ത്രിമാരാണ് പറയുന്നത് കോടതി ഇരിക്കുന്ന വിഷയമാണ്, എനിക്ക് അഭിപ്രായമില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹത്തിന് 2 അഭിപ്രായമുണ്ട്. ഒന്ന്, കോടതി എഴയുന്നു ഈ കാര്യങ്ങൾ, ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, കോടതി ഈ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ടിൽ കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട എല്ലാവരെയും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ അന്വേഷിക്കും. മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നു, കോടതിയിൽ ഇനിയും താമസിച്ച് പോയാൽ കോടതിയിൽ കത്ത് കൊടുക്കും. സർക്കാർ കത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ഈ കേസ് ഇങ്ങനെ ഇഴച്ചു കൊണ്ടുപോകുന്നത് ശരിയല്ല. അടിയന്തരമായി സമയബന്ധിതമായി ഈ കേസ് തീർക്കുന്നതിനുള്ള ടൈം ടേബിൾ കോടതി നിശ്ചയിക്കണം. SITക്ക് ഇങ്ങനെ കൽപ്പാന്തകാലം കേസ് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു വാദവും കെ മുരളീധരൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും, ഞാൻ 2 പറഞ്ഞല്ല, 3 കാര്യങ്ങളും, ഗവൺമെൻറ്റിൻ്റെ 3 കാര്യങ്ങളും കെ മുരളീധരൻ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴത്തെ അന്വേഷണ രീതിയും അന്വേഷണ വേഗതയും ഞങ്ങൾ ഒട്ടും തൃപ്തരല്ല. അത് ഞങ്ങൾ വളരെ പരസ്യമായി പറയുകയാണ്, ഞങ്ങൾ തൃപ്തരേ അല്ല.